കൊല്ലം മുളിയക്കോവിലിലെ ഫെബിന്റെ കൊലയ്ക്ക് കാരണം സഹോദരി വിവാഹത്തിൽ നിന്ന് പിന്മാറിയത്. പ്രതി തേജസ് രാജുമായി പ്രണയത്തിലായിരുന്ന ഫെബിന്റെ സഹോദരിക്ക് കുടുംബം മറ്റൊരു വിവാഹം നിശ്ചയിച്ചത് വിരോധത്തിന് കാരണമായെന്ന് എഫ്ഐആർ പറയുന്നു. പർദ്ദ ധരിച്ചെത്തിയാണ് കൊല നടത്തിയതെന്ന് ഫെബിന്റെ അമ്മ ഡെയ്സി മൊഴി നൽകി. കഴിഞ്ഞ രാത്രി 7 മണിക്കാണ് ഉളിയക്കോവിലിൽ ഫെബിനെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം തേജസ് രാജ് ആത്മഹത്യ ചെയ്തത്. കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരിയുമായി തേജസ് പ്രണയത്തിലായിരുന്നു. ജോലി ലഭിച്ചതിന് പിന്നാലെ കുടുംബം യുവതിക്ക് മറ്റൊരു വിവാഹം നിശ്ചയിച്ചു. ഇതിന്റെ വിരോധത്തിൽ സഹോദരനെയും മാതാപിതാക്കളെയും കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതി വീട്ടിലെത്തിയതെന്ന് എഫ്ഐആർ. പെട്രോൾ ഒഴിച്ച ശേഷമാണ് ഫെബിനെയും പിതാവ് ജോർജ് ഗോമസിനെയും കുത്തിയത്. അയാള് ചാടി അകത്തോട്ടങ്ങ് കയറുക. അന്നേരം ഇയാൾ എന്തോ വെള്ളം ഇങ്ങനെ ഒഴിക്കുന്നു. പെട്രോൾ എന്തോ സ്മെല്ലുണ്ടായിരുന്നു. തേജസ് രാജ് കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ചാണ് കൊല നടത്തിയത്. കൊലയ്ക്ക് മുൻപ് വീട്ടിൽ ആളുണ്ടെന്ന് ഉറപ്പിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്ന കുടുംബത്തിന്റെ ആശ്രയം യുവതിയുടെ വരുമാനമായിരുന്നു. അദ്ദേഹത്തിന് തുച്ഛമായ വരുമാനത്തിൽ അതിലൊതുങ്ങി ജീവിക്കുന്ന ഒരു നല്ല കുടുംബം. അവരൊന്ന് ജീവിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ ശരിക്കും. കാര്യം അദ്ദേഹത്തിന് തുച്ഛമായ വരുമാനത്തിൽ നിന്ന് 2 മക്കളെയും പഠിപ്പിച്ചു. ഒരാൾ നോ പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യണമല്ലോ. കാര്യം ഇതൊക്കെ പണ്ടുമൊക്കെ ഉണ്ടായിരുന്നില്ലേ. കൊലയ്ക്ക് ശേഷം ചെമ്മാമുക്കിൽ ട്രെയിനിന് മുന്നിൽ ചാടി നീണ്ടകര സ്വദേശിയായ തേജസ് രാജ് ആത്മഹത്യ ചെയ്തു. പരിക്കേറ്റ് ചികിത്സയിലുള്ള ജോർജ് ഗോമസ് അപകടനില തരണം ചെയ്തു. പ്രണയപ്പക കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിച്ചു. 2 കുടുംബങ്ങൾ പ്രതീക്ഷയോട് വളർത്തിയ യുവാക്കളാണ് ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായത്. കൊല്ലത്ത് ക്യാമറ പേഴ്സൺ രതീഷ് മാടമ്പിശലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.